ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു മാങ്ങാച്ചാർ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, എന്നാൽ പിന്നെ വളരെ ടേസ്റ്റിയുമാണ്. ഇതാ നോക്കി, കാണാൻ തന്നെ എന്താ ഒരു ഭംഗി നോക്കി. ഇത് നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ, കാരണം നമ്മൾ വെളിച്ചെണ്ണയിലാണ് പാകം ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂവാണ്ടൻ മാങ്ങയാണ്. അതൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് ചെനച്ച മാങ്ങയാണ്. 2 കുടം വെളുത്തുള്ളിയും വെളിച്ചെണ്ണയും കടുകും ഉലുവയും മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. നോക്കി, ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക്. കുറച്ച് ചെനച്ച മാങ്ങയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് നമുക്കിന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ മാങ്ങയിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അധികം ഉപ്പിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, നമുക്ക് സമയമുണ്ടെങ്കിൽ കുറച്ച് നേരം അധികം ആ മാങ്ങ ഉപ്പിൽ പുരട്ടി വെച്ചതിന് ശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ആ മാങ്ങ നല്ലൊരു സോഫ്റ്റായി കിട്ടും. പിന്നെയെന്ന് വെച്ചാൽ മാങ്ങയ്ക്ക അച്ചാർ, ഈ ഒരു അച്ചാർ ഒട്ടും നമ്മുടെ വീട്ടിലിരിക്കില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. വെറുതെ കോരി കഴിക്കാൻ തന്നെ നല്ലൊരു രുചിയാണ്. നമുക്കൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ എടുത്തിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് ചതച്ചാണ് എടുക്കുന്നത് കേട്ടോ. അതായത് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കണം, അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് അല്ലെങ്കിൽ നോർമൽ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് നന്നായി പൊട്ടിയതിന് ശേഷം മാത്രമേ ഉലുവയിട്ട് പൊട്ടിക്കാൻ പാടുള്ളൂ, അല്ലാതെ ഉലുവ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉലുവയും കടുകും കൂടി നന്നായി പൊട്ടിയതിന് ശേഷം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ സ്റ്റവ് ഒന്ന് സിമ്മിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം മാത്രം മുളക് പൊടി ചേർക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ ആ ഒരു മാങ്ങ അച്ചാറിൻ്റെ ആ ടേസ്റ്റ് തന്നെ വ്യത്യാസം വരും. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ശ്രദ്ധിക്കാൻ മറക്കരുത്, സ്റ്റവ് എപ്പോഴും സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മുളക് പൊടി ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാൻ. നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളെടുത്ത് മുറിച്ച് വെച്ചിരിക്കുന്ന ഉപ്പിട്ട് പുരട്ടി വെച്ചില്ലേ ആ മാങ്ങയും കൂടി ചേർത്ത് തട്ടിക്കൂട്ടി അങ്ങോട്ട് എടുക്കണം. പെട്ടെന്ന് വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അച്ചാറാണ്. ജസ്റ്റ് എല്ലാം മുളകും ആ മാങ്ങയിലേക്ക് പിടിക്കണ പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഇളക്കി ജസ്റ്റ് ഒരു ആവി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ അച്ചാർ തയ്യാറായി. വളരെ എളുപ്പത്തിലുള്ള അച്ചാറാണ്, എന്നാൽ പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. എപ്പോഴും പറയുന്നത് പോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇതേപോലെയുള്ള ഈസി റെസിപ്പീസൊക്കെ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നോക്കി, ഞാൻ ജസ്റ്റ് ഒന്ന് ആവി വന്നപ്പോഴത്തേക്കും തന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചു. നമ്മുടെ അച്ചാറിൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നോക്കി, എന്താ ഒരു സ്മെല്ല് വരുന്നതെന്നറിയോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇത്. എപ്പോഴും പുറത്ത് വെക്കരുത്, എല്ലാവരും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം, എന്നാലാണ് കുറച്ച് നാൾ നിൽക്കുകയുള്ളൂ. കാരണം നമ്മൾ വെളിച്ചെണ്ണയിലല്ലേ പാകം ചെയ്തെടുത്തത്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണം. എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.